ഇത് അങ്ങനെ കിട്ടൂല കേട്ടോ ഈ സംഗതിയെ. ഫ്രഷ് ആയിട്ട് തീരും. വേറെ പൊടിയോ കാര്യങ്ങളോ ഒന്നും ഇടുന്നില്ല. പിന്നെ ആയത് മാത്രമാണ് പറിക്കുന്നത്. അല്ലാണ്ട് നല്ല വിളവായത് മാത്രം അടക്കി പറിക്കലല്ല. ഇത് എവിടെ കറക്റ്റ് എവിടെയാണ് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ? ഇന്നത്തെ ഒരു വീഡിയോ ഉണ്ടല്ലോ, ഞാനിതുവരെയായിട്ട് ഇട്ടിട്ടില്ല അങ്ങനത്തെ വീഡിയോ. ഒരു വെറൈറ്റി വീഡിയോ ആണ്. ഒന്നാമത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ആൾക്കാരും ഗുണ്ടൽപേട്ടയിലേക്ക് പോയി കഴിഞ്ഞാൽ സൂര്യകാന്തി ആ തോട്ടത്ത് പോയിട്ട് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ട് തിരിച്ച് 2 കാടും കടന്നിട്ട് തിരിച്ചിങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങി വരും. പക്ഷെ ആ ഭാഗത്ത് ഒരു മാങ്ങൻ്റെ ഫാം ഉള്ളതായിട്ട് നിങ്ങളറിയാം. മാംഗോ ഫാം അവിടെ ഉണ്ട്. ഫ്രഷ് നാച്ചുറലായിട്ടുള്ള ആ ഫാമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2 സൈഡിലും ഏക്കർ കണക്കിനാണ് അവിടെ കിടക്കുന്നത്. നല്ല മല്ലിക മാങ്ങ മാത്രമാണ് അവിടെ അവർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പുറത്ത് അവരുടെ സ്റ്റാൾ തന്നെ പുറത്ത് ഉണ്ട്. 2-3 എണ്ണമായിട്ട് ഉണ്ട്. ഇപ്പോൾ ചെറിയത് 1 കിലോ 2 കിലോനൊക്കെ ആകുന്നുണ്ട് നമുക്ക് അവിടുന്ന് വാങ്ങാം. ഇനി അതെല്ലാം നമുക്ക് കൂടുതലാണ് വാങ്ങേണ്ടതെന്നുണ്ടെങ്കിൽ 10-20 കിലോ വാങ്ങണമെന്നുണ്ടെങ്കിൽ നല്ല നാച്ചുറൽ നല്ല മധുരമുള്ള മാങ്ങ എന്നാണ് പറയുന്നത്. അകത്തേക്ക് പോയി കഴിഞ്ഞാൽ കിട്ടും. അവിടുന്ന് ഫാമിലിയൊക്കെ ഓരോ ആൾക്കാർ ഇങ്ങനെ വണ്ടിയിൽ വന്നിട്ട് വാങ്ങി പോകുന്നുണ്ട്. ഇത് അതിൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ ഇതാ. ഓർഗാനിക് ഫാം ഫ്രഷ് മാംഗോ മല്ലിക അവരെ ചെറിയൊരു സ്റ്റാളാണ്. പരസ്യം എന്ന രീതിയിലാണ് ഇവിടെ കൊടുത്ത്. പിന്നെ തൊട്ടടുത്തുള്ള സ്റ്റാളുകളൊക്കെ വേറെ കിടക്കുന്നത്. ശരിക്കും അവിടെ സ്ഥലം കിടക്കുന്നത്. ഈ റൂട്ടിന്റെ പേര് ശരിക്കും കക്കൽത്തൊണ്ടി അല്ലേ? കഴിഞ്ഞ ഒരു 2 കിലോമീറ്റർ അല്ലേ കഷ്ടിച്ച്? ആ ഓക്കെ ശരി. അതാണ് ശരിക്കും വരുന്നത്. നല്ല അടിപൊളി മാങ്ങ കേട്ടോ, ഒന്നും പറയാനില്ല. തോട്ടങ്ങളും അല്ലേ? ഓക്കെ ശരി. ഇപ്പോൾ ആ തോട്ടത്തിലേക്ക് നമ്മൾ കയറിയതാണ്. 2 സൈഡിലും കണ്ടില്ലേ? അവിടത്തേക്ക് ആൾക്കാർ അങ്ങോട്ട് അതിലേക്ക്, അതായത് തോട്ടത്തിലേക്ക് കയറാൻ പാടില്ല. കയറിയാൽ മരത്തിൻ്റെ മുകളിൽ കയറേണ്ട ആവശ്യമൊന്നുമില്ല. തൊട്ടടുത്ത് തന്നെയാണ് മാങ്ങൻ്റെ ഇതൊക്കെ എടുക്കുന്നത്. അവിടുന്ന് കയ്യെത്തും ദൂരത്താവും പരിക്കുക. എന്തോ സോളാറിൻ്റെ ചെറിയൊരു ഇലക്ട്രിക് ആയിട്ടുള്ള ചെറിയൊരു കമ്പിയൊക്കെ വെച്ചിട്ടുണ്ട്. എന്ത് ചെറിയ മൃഗങ്ങളൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കണ്ടെന്ന് വെച്ചിട്ടുള്ള ഒരു രീതിയിലാണ്. കണ്ടില്ലേ രീതികളൊക്കെ? ഇവര് അതായത് മാങ്ങൻ്റെ ഒരു സമയമുണ്ടല്ലോ നമുക്ക് പറിക്കാൻ പറ്റുന്ന സമയം, അങ്ങനത്തെ ഇതിൽ മാത്രമേ അവർ പറിച്ചിട്ട് നമ്മൾ എടുക്കുകയുള്ളൂ. അല്ലാതെ ഇവർ മരുന്നടിക്കുക അങ്ങനത്തെ യാതൊരുവിധ കാര്യങ്ങളും ഇല്ല. കണ്ടില്ലേ തൊട്ടടുത്തൊക്കെ ഇത് കംപ്ലീറ്റ് അകത്തേക്ക് ഏക്കർ കണക്കിന് സ്ഥലമാണ്. അകത്തേക്ക് അതിനായിട്ടുള്ള സ്റ്റാഫ് ഉണ്ട്. ഓരോ ദിവസവും പറിക്കുന്ന അന്നന്ന് തീരുകയും ചെയ്യും. നമ്മളെ താമരശ്ശേരിയുള്ള ബാബുക്കൻ്റെ തോട്ടാണിത്. ഇവിടെ 2-3 ആൾക്കാരുണ്ട്. ഇവിടെ അനസാണ് ഇവിടെ മെയിനായിട്ട് കൈകാര്യം ചെയ്യണത്. പിന്നെ ഒരാളും കൂടെ ഉണ്ട്, ഞാൻ പേര് മറന്നുപോയി. നമുക്ക് ഇത് മാങ്ങ മുറിച്ചിട്ടൊക്കെ അവർ കാണിച്ചു തന്നിട്ടുണ്ട്. ഒരു ഫാമിലി അവിടെ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് അവിടത്തേക്ക് പോയി നോക്കാം. ആൾക്കാർ വന്നും കണ്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടി നല്ലത് നമ്മൾ ഇവിടെ വന്നും കണ്ട് സാധനം വാങ്ങുന്ന ഏറ്റവും ബെറ്റർ. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മൂപ്പര് മുറിക്കുന്നുണ്ട്, നമുക്ക് നോക്കാം. നല്ല മധുരമുള്ളത്. മധുരത്തിന്റെ പിന്നെ ഒന്നും പറയണ്ടല്ലേ? പിന്നൊന്നും പറയണ്ട. ഇതെങ്ങനെയാ വരുന്നത്? നിങ്ങൾ കിലോന് എങ്ങനെയാ കൊടുക്കുക? കിലോ 100 അല്ലേ? അത് നിങ്ങൾ കൂടുതലാണെന്നുണ്ടെങ്കിലും നിങ്ങൾ അല്ലേ കൂടുതലാണെന്നുണ്ടെങ്കിലും ഒറ്റ വില അല്ലേ? ഓക്കെ. ലോങ്ങിലേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ അറേഞ്ച് ചെയ്തിട്ട് അല്ലേ പാക്ക് ചെയ്തിട്ട് കൊടുക്കും. ഓക്കെ ശരി. അത് വേറൊന്നുണ്ട്. സീസണൽ കച്ചവടം.
എന്ന് വെച്ചാൽ ഹോൾസെയിൽ പോകാന്ന് വെച്ചാൽ അവിടെ പോയിട്ട് ചെയ്താക്കാനില്ല. ഡെയിലി വർക്കേഴ്സ് വന്ന് അത് കളക്ട് ചെയ്ത് സെലക്ട് ചെയ്ത് വർക്ക് ചെയ്യുക. അത് പറിച്ച് തരുന്ന വർക്ക് ചെയ്യുന്നത് തന്നെ നല്ല വൃത്തിക്ക് എന്ത് ചെയ്യുക, ആൾക്കാർക്ക് കൊടുക്കുകയും ചെയ്യാം. ആ പൊടിയിട്ട് പഴുപ്പിക്കുന്ന ഒരു പരിപാടി ഇല്ല. പിന്നെ സീസൺ ആയതുകൊണ്ട് ഇതിൻ്റെ ഫാൻ ഇതിനെ ഇഷ്ടപ്പെട്ട് വരുന്ന ആൾക്കാരനാണ് നമുക്കുള്ള മെയിൻ കസ്റ്റമേഴ്സ്. ഒരു വന്ന് 5-10 ഒരു ഇതിനായിട്ട് വരുന്ന ആൾക്കാരുണ്ട്. അവർ വന്നിട്ട് ഇതിങ്ങനെ ബൾക്കായിട്ട് എടുത്ത് പോവുക ചെയ്യുക. പിന്നെ ഇത് വർഷം റേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. അതുകൊണ്ട് തന്നെ റേറ്റ് അല്ല, ക്വാളിറ്റി ഹൈബ്രിഡ് ആണ്. ഇത് നല്ല വൃത്തിയുള്ള സാധനം, മാങ്ങയാണ്. സെലക്ട് ചെയ്ത് കൊണ്ടുപോകാം. ഓക്കെ, അടുത്ത പ്രാവശ്യം വരുമ്പം വരാം. നമ്മൾ ഈ മുത്തങ്ങ നമ്മൾ ഗുണ്ടൽപേട്ടയിലേക്ക് വരുമ്പോഴേ മുത്തങ്ങ നമ്മൾ ബന്ദിപ്പൂർ ഫോറസ്റ്റ് കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് നല്ല മല്ലിക മാങ്ങ കിട്ടുന്ന സ്ഥലമുണ്ട് കേട്ടോ. അതായത് നമ്മളെ താമരശ്ശേരി ബാബുക്കൻ്റെ തോട്ടാണത്. ഇത് നമ്മൾ പുറത്തുനിന്ന് നമ്മൾ കാണുന്ന മാതിരിയല്ല, അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല മാങ്ങ കിട്ടും. അത് നമുക്ക് എന്ത് ചെയ്യാമെന്നറിയാം, നമുക്ക് ആരിസ് ബായ് ഉണ്ട് ഇവിടെ. ആരിസ് ബായ് ആണ് ഇതിൻ്റെ മെയിൻ ആള് സെയിൽസിൽ. അപ്പോൾ മൂപ്പര് അനസ് ബായ്, സോറി അനസ് ബായ്. ഇത് മല്ലികയാണ്. ഇവിടെ എന്താ ഫാമിൽ ഉണ്ടാവുന്നതാണ്. നമ്മൾ വേറെ പൊടിയോ കാര്യങ്ങളോ അങ്ങനത്തെ ഒരു പരിപാടികളും ഇല്ല. പിന്നെ അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല. ഞങ്ങൾ മാർക്കറ്റിലേക്ക് വിടുന്നില്ല, മൊത്തം ഇവിടെ തന്നെ സെയിലാവും. പണിക്കാരുണ്ട്, ഒരു 3-4 പണിക്കാരുണ്ട്. അപ്പോൾ പറിച്ചു കൊണ്ടുവരിക, ഫ്രഷ് ആയിട്ട് പറിച്ചു കൊണ്ടുവരിക, ഇന്ന് പറിച്ചു കൊണ്ടുവന്ന് ഇന്ന് തന്നെ വെക്കുക. തീരും. വേറെ പൊടിയോ കാര്യങ്ങളോ ഒന്നും ഇടുന്നില്ല. പിന്നെ ആയത് മാത്രമാണ് പറിക്കുന്നത്, അല്ലാണ്ട് നല്ല വിളവായത് മാത്രം അടക്കി പറിക്കലല്ല. ഇല്ല. ഇത് എവിടെ കറക്റ്റ് എവിടെയാണ് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ? മധുവിന്റെയും കക്കൽത്തൊണ്ടിന്റെയും സെന്ററിലായിട്ടാണ് വരുന്നത് മല്ലിക മാംഗോ ഫാം. അതായത് ബന്ദിപ്പൂർ ഫോറസ്റ്റ് കഴിഞ്ഞിട്ട് ഗുണ്ടൽപേട്ട എത്തുന്നതിന്റെ അല്ലേ, അതിന്റെ ഇടക്കാണ് ഈ സ്ഥലം. ഫോറസ്റ്റ് കഴിഞ്ഞിട്ട് 2 കിലോമീറ്റർ ഗുണ്ടൽപേട്ട ഭാഗത്തേക്ക് വരുമ്പോൾ. ഓക്കെ. ഈ നേരെ ഫ്രണ്ടുള്ള നമ്മളത്, അപ്പുറത്തുള്ള നമ്മളതല്ല, ഒക്കെ നമ്മളെ മുന്നത്തുള്ള ഒരു കച്ചവടമാണ്. ഇല്ല നമ്മളതൊന്നല്ല. അല്ല, അത് അറിയാത്തൊരു കുറെ പേര് വന്ന് അവിടെ നിന്നൊക്കെ വാങ്ങിപ്പോകുന്നുണ്ട്. അപ്പൊ അതായത് ഈ ഫാം അങ്ങോട്ട് പോകുന്നൊരു നിർത്താനുള്ള സൗകര്യം. ഇത് അങ്ങനെ കിട്ടൂല കേട്ടോ ഈ സംഗതിയെ. കണ്ടോ ആനനെ കറക്റ്റായിട്ട് ആനനെ വെച്ച് നോക്കിയാണ് സേഫായിട്ട്. കണ്ടോ ഇതൊക്കെ ഭയങ്കര